നമുക്ക് നമ്മുടെ ലെൻസ് ഇക്വേഷൻ നോക്കാം. റെഡി. ലെൻസ് ഇക്വേഷൻ എഴുതാൻ പറയാൻ മേ ബി ഒരു ചോദ്യം വരും. അപ്പോൾ 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u ആണ്. u മൈനസ് വി അല്ല, v മൈനസ് യു ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ വി യു എന്താണെന്നൊക്കെ അറിയാം അല്ലേ. യു എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ആൻഡ് ലെൻസ്. ലെൻസാണ് വസ്തുവും ലെൻസും തമ്മിലുള്ള ദൂരമാണ്. വി എന്ന് പറഞ്ഞാൽ ഇമേജും വസ്തുവല്ല, ഇമേജും ലെൻസും തമ്മിലുള്ള ദൂരമാണ്. ഞാൻ ടൈപ്പ് ചെയ്ത ചെറിയൊരു മിസ്റ്റേക്ക്, ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. എഫ് എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ആണ് അല്ലേ. അപ്പോൾ ഒന്നെങ്കിൽ ഇത് നമ്മുടെ ഫ്രാക്ഷൻ വെച്ച് നിങ്ങൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ചുകൂടി ബെറ്റർ, കുട്ടികൾ തെറ്റിക്കാതെക്കാൻ പൊതുവെ ചാൻസ് ആ ഒരു ഇക്വേഷൻസ് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ എഫ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണ് യു ഇൻറ്റു വി ഡിവൈഡഡ് ബൈ യു മൈനസ് വി എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട് അല്ലേ. ഈ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്താൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇത് പഠിക്കുന്നതിന് വലിയ പണിയുള്ള കാര്യമൊന്നുമില്ല, കുട്ടികൾക്ക് എല്ലാവർക്കും പോസിബിൾ ആയുള്ള കാര്യമാണ്. ആൻഡ് അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ഈക്വൽ ടു അല്ലെങ്കിൽ യു ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ഇക്വേഷൻ എഴുതാണെങ്കിൽ യു ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാൻ പറ്റും വി ഇൻറ്റു എഫ് ഡിവൈഡഡ് ബൈ വി മൈനസ് എഫ് നമുക്ക് എഴുതാൻ പറ്റും. ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഇക്വേഷനാണ്. അതേപോലെ വി ഈസ് ഈക്വൽ ടു യു ഇൻറ്റു എഫ് ഡിവൈഡഡ് ബൈ യു പ്ലസ് എഫ് എന്ന് നമുക്ക് എഴുതാം. സോ ഈ ഇക്വേഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ന്യൂമറിക്കൽസിൽ വളരെ പെട്ടെന്ന് ക്വിക്കായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. എല്ലാ ഫ്രാക്ഷൻസ് വഴി 1 by 1 സോൾവ് ചെയ്ത് റെസിപ്രോക്കലൊക്കെയാണ്. കുട്ടികൾക്ക് അത് ആക്ച്വലി ടഫാന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകല്ലേ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് 2 തരം ലെൻസ് ഉണ്ട്. കോൺകേവും ഉണ്ട്, കോൺവെക്സും ഉണ്ട്. കോൺകേവും ഉണ്ട്, കോൺവെക്സും ഉണ്ട്. ഓക്കെ അല്ലേ. കോൺകേവും കോൺവെക്സും തമ്മിലുള്ള ഈ വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞേ നിങ്ങൾ പറ്റൂ. കോൺകേവിൻ്റെ ഫോക്കൽ ലെങ്ത്, അതായത് കോൺകേവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കോൺകേവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക അല്ലേ, ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ അതിനെന്ത് ചെയ്യും, നമ്മൾ എപ്പോഴും വസ്തു വെക്കുന്നത്, നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്നത് എവിടെയാണ്, ഒബ്ജക്റ്റ് വെക്കുന്നത് ഈ വശത്തായിരിക്കും. ശരി. അപ്പോൾ കോൺകേവിൻ്റെ കേസിൽ നിങ്ങൾക്കറിയാം സെയിം സൈഡിലാണ് ഒരു ഇമേജ് കിട്ടുക. അപ്പോൾ അതായത് ഈ കേസിൽ പോരാത്തതിന് ഇവിടെ ഫോക്കൽ ലെങ്ത് എന്താണ്, സെയിം സൈഡിലെ ഫോക്കൽ ലെങ്ത് എടുക്കുക. അതുകൊണ്ട് കോൺകേവിൻ്റെ കേസിൽ ഫോക്കൽ ലെങ്ത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, വിയും എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോളേജ് ആണ്. കോൺവെക്സിലോട്ട് പോകുമ്പോൾ നമ്മൾ എപ്പോഴും ഒബ്ജക്റ്റ് വസ്തു വെക്കുന്നത് ഈ വശത്ത് തന്നെയാണ്, വസ്തു വെക്കുന്നത് ഈ വശത്ത് തന്നെയാണ്. ഓക്കെ അല്ലേ, റെഡി അല്ലേ. അപ്പോൾ നമ്മുടെ ഇമേജ് മറുവശത്താണ് നമുക്ക് 5 കേസിൽ കിട്ടുന്നത്. അപ്പോൾ മറുവശത്ത് കിട്ടുന്നത് കൊണ്ട് പോരാത്തതിന് നമ്മളുടെ ഫോക്കൽ ലെങ്ത്, നമ്മൾ മുഖ്യ ഫോക്കസ് കോൺവെക്സിൻ്റെ കേസിൽ മറുവശത്താണ് എടുക്കുക. അപ്പോൾ അതിലോട്ടുള്ള ദൂരമായിട്ടുള്ള ഫോക്കൽ ദൂരം എഫ് ഈസ് ഈക്വൽ ടു എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് നോളജാണ്. കോൺവെക്സിൽ ഫോക്കൽ ലെങ്ത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ ഇവിടെ പറഞ്ഞ പോലെ വി എപ്പോഴും നെഗറ്റീവ് അല്ലെങ്കിൽ എപ്പോഴും പോസിറ്റീവ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും വി പോസിറ്റീവ് ആയിരിക്കും മോസ്റ്റ് കേസിൽ, 5 കേസിലും പോസിറ്റീവ് ആണ്. അത് റിയൽ അല്ലെങ്കിൽ യഥാർത്ഥമാകുമ്പോൾ വിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. വിൻ്റെ വാല്യൂ നെഗറ്റീവ് ആവുകയാണെങ്കിലാണ് എന്ത്, വെർച്വൽ അല്ലെങ്കിൽ എന്നുള്ള കൺസെപ്റ്റ് വരാം. ഇതൊന്ന് ഓർത്ത് വെക്കാം കേട്ടോ. സോ അതുപോലെയുള്ള ഒരുപാട് നോളജ് അടങ്ങുന്ന ഒരു ടേബിൾ ഉണ്ട്. സോ ഈ ടേബിൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഈ ടേബിൾ എല്ലാ ഇൻഫർമേഷൻസ് ഉണ്ട്. ആൻഡ് കോൺകേവിനെ പറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, കോൺകേവ് ലെൻസ് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു കോൺകേവ് എന്ന് പറഞ്ഞാൽ തന്നെ പൊതുവെ നെഗറ്റീവ് ഒളിയാണ്, ഒരു നെഗറ്റീവ് വൈബുള്ള ഒരു മിററാണ്. ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. അതുകൊണ്ട് തന്നെ കോൺകേവിൻ്റെ യു എപ്പോഴും, യു അല്ലെങ്കിലും കോൺകേവ് ആയാലും കോൺവെക്സ് ആയാലും എപ്പോഴും നെഗറ്റീവ് ആണ്. ഫോക്കൽ ലെങ്ത്തും എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, വിയും എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും കോൺകേവ് ലെൻസിൻ്റെ കേസിൽ കേട്ടോ. ഓക്കെ, റെഡി അല്ലേ. അതുകൊണ്ട് കോൺകേവ് എന്ന് പറഞ്ഞാൽ പൊതുവേ ഒരു നെഗറ്റീവ് ആണ് അല്ലേ, നെഗറ്റീവ് ഉള്ളതാണ്, ഓർത്ത് വെക്കട്ടോ. HO എപ്പോഴും 2 കേസിലും പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യണം. ആൻഡ് ഓൾറെഡി നമ്മുടെ ബീറ്റ ടു സിഗ്മ സീരീസിൽ 5 വീഡിയോസ് വന്നിട്ടുണ്ട്. നമ്മുടെ സീരീസ് പാരലിൻ്റെ വീഡിയോ വന്നിട്ടുണ്ട്, ട്രാൻസ്ഫോമറിൻ്റെ വീഡിയോ വന്നിട്ടുണ്ട്, അതേപോലെ ജനറേറ്റർ മോട്ടറും ഒറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ ലൗഡ് സ്പീക്കറും മൈക്രോഫോണും ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മിറർ ഇക്വേഷൻ ദർപ്പണ സമാക്കിയ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അടിയിൽ പിന്നെ ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് എല്ലാവരും വാച്ച് ചെയ്യുക. ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടാൻ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. സോ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലത്തിലോട്ട് പോയാലോ, നമുക്ക് പ്രോബ്ലം ചെയ്യാം. ആൻഡ് ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊന്നും കൂടി, മാഗ്നിഫിക്കേഷൻ ഞാൻ സൂചിപ്പിക്കുന്നു. മാഗ്നിഫിക്കേഷൻ നമ്മുടെ ജനറൽ ഇക്വേഷൻ HI/HO. ഇത് എന്താണ്, നമ്മളുടെ ലെൻസിലായാലും മിററായാലും കോമൺ ഇക്വേഷൻ ഇതാണ്. പക്ഷേ മിററിൻ്റെ കേസിൽ, ദർപ്പണങ്ങളിൽ നിങ്ങൾ എന്താ പഠിച്ചത്, M = -V/U എന്നല്ല പഠിച്ചേ ആണ്. എന്നാൽ ലെൻസിലോട്ട് വരുമ്പോൾ ചെറിയൊരു വ്യത്യാസം അവിടെ വരുന്നുണ്ട്. ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. HI/HO എന്നുള്ളതിൽ മാറ്റമില്ല, പക്ഷേ -V/U പകരം വെറും V/U ലെൻസിലുള്ളൂ കേട്ടോ, നെഗറ്റീവ് ഇല്ല. അത് പ്രത്യേകം ഓർത്ത് നോക്കി, ഇവർ തമ്മിൽ മാറിപ്പോകരുത്. റെഡി അല്ലേ. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലെൻസിൻ്റെ മിററിൽ പറഞ്ഞ പോലെ മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ, മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ ദാറ്റ് മീൻസ് അവരെന്താണ്, അവർ വെർച്വൽ
വെർച്വൽ ഇമേജ് ആണ്, വെർച്വൽ ആയിട്ടുള്ള ഇമേജ് ആണ്. ആൻഡ് മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിലോ, മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ ഇറക്റ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണെന്നുള്ള കൺസെപ്റ്റ് ആണ് കേട്ടോ, ഓർത്ത് വെക്കാം. നമുക്ക് ഈ പ്രോബ്ലത്തിലോട്ട് പോകാം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5 സെന്റിമീറ്റർ ടോൾ ആയിട്ടുള്ള ഒരു വസ്തു, അതായത് നമുക്ക് തന്നിരിക്കുന്ന എന്താ, ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്, വസ്തുവിൻ്റെ ഉയരം 5 സെന്റിമീറ്റർ ആണ്. എപ്പോഴും വസ്തു നമ്മൾ ഇങ്ങനെയല്ലേ വെക്കുക, അപ്പോൾ ഇങ്ങനെയുള്ള അളവുകളൊക്കെ എപ്പോഴും പോസിറ്റീവ് അല്ലേ മുകളിലോട്ടുള്ള, അതുകൊണ്ട് HO എപ്പോഴും പോസിറ്റീവ്. അത് കോൺകേവ് ആയാലും കോൺവെക്സ് ആയാലും ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്, വസ്തുവിൻ്റെ ഉയരം എപ്പോഴും പോസിറ്റീവ് ആണ്. അപ്പോൾ എത്ര, 5 സെന്റിമീറ്റർ. അപ്പോൾ പ്ലസ് 5 സെന്റിമീറ്റർ എന്ന് എഴുതി അല്ലേ. ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺവെക്സ് ലെൻസ്, കോൺവെക്സ് ലെൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്, കോൺവെക്സ് ലെൻസിന്റെ മുന്നിലാണ് വെച്ചിരിക്കുന്നത്. ഓ ഫോക്കൽ ലെങ്ത് 20 സെന്റിമീറ്റർ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എന്താ, ഫോക്കൽ ലെങ്ത് 20 സെന്റിമീറ്റർ. ആൻഡ് നമുക്ക് അറിയുന്ന കാര്യമാണ്, കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞത് ഇവിടെ പറഞ്ഞു, കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ മറുവശത്തെ ഫോക്കൽ ലെങ്ത് ആണ് നമ്മൾ നോക്കുക, അതുകൊണ്ട് F എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. കോൺവെക്സ് ആയതുകൊണ്ട് F പോസിറ്റീവ്, അതിലൊരു സംശയമില്ല. അപ്പോൾ പ്ലസ് 20. അപ്പോൾ ഇത് ഒന്നെങ്കിൽ ഈ ടേബിൾ കാണാതെ നിങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതേപോലെ ഈ നോളേജ് പ്രകാരം അപ്പുറം മറുവശമാണ് വരെ, അവിടെ ആണെങ്കിൽ റൈറ്റിലോട്ടുള്ള എല്ലാ അളവുകളും പോസിറ്റീവ് ആണെന്നുള്ള ലോജിക് പ്രകാരം നിങ്ങൾ ചെയ്യുക. ഓക്കെ അല്ലേ, റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഫ്രം ദ ലെൻസീസ്, അതായത് വസ്തുവിലേക്കുള്ള ദൂരം 30 സെന്റിമീറ്റർ ആണ് അല്ലേ. U is equal to 30 സെന്റിമീറ്റർ. യു ആർ ഓൾവേസ് നെഗറ്റീവ്, യു എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും അല്ലേ, ലെൻസ് ആയാലും മിറർ ആയാലും. ഫൈൻഡ് ദ പൊസിഷൻ ആൻഡ് സൈസ് ഓഫ് ദ ഇമേജ്. പൊസിഷൻ എന്ന് പറഞ്ഞാൽ V ആണ്, അതെ അല്ലേ, വസ്തുവിന്റെ സ്ഥാനം കണ്ടെത്താനാണ് ഫസ്റ്റ് ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താ, V എത്രയാണെന്നും ആൻഡ് സൈസ് ഓഫ് ദ ഇമേജ്, അതായത് HIന്റെ വാല്യൂ എത്രയെന്നും. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് കാണാനുള്ളത്. നമുക്ക് കാണാലോ, നമുക്ക് നേരെ ഉത്തരത്തിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, V കാണാനുള്ള പരിപാടി നോക്കാം. V ഈസ് ഈക്വൽ ടു ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാം, നമ്മുടെ ഫ്രാക്ഷൻ വഴി ഈ വിന്റെ വാല്യൂ സോൾവ് ചെയ്ത് ഫ്രാക്ഷൻ വഴി സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് അതുപോലെയുള്ള ഇക്വേഷൻ സോൾവ് ചെയ്താലും മതി. അതായിരിക്കും കുറച്ചുകൂടി നിങ്ങളെ സംബന്ധിച്ചോളം ബെറ്റർ അല്ലേ, അത് തെറ്റാൻ ചാൻസ് കുറവായിരിക്കും. സോ വിന്റെ ഇക്വേഷൻ എന്താ, V ഈസ് ഈക്വൽ ടു U ഇൻറ്റു F ഡിവൈഡഡ് ബൈ U പ്ലസ് F എന്നാണ്. ബ്രാക്കറ്റ് യൂസ് ചെയ്യുക, യുവിൻ്റെ സ്ഥലത്ത് ആര് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, -30 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇൻറ്റു എഫിൻ്റെ സ്ഥാനത്ത് പ്ലസ് 20 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പ്ലസ് 20 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഡിവൈഡഡ് ബൈ യുവിൻ്റെ സ്ഥാനത്ത് -30 പ്ലസ് 20 അല്ലേ, പ്ലസ് 20 എന്നാണ് എഫിൻ്റെ സ്ഥാനത്ത് കൊടുക്കുക. ഇനി സിംപ്ലിഫൈ ചെയ്യുക, മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് 30 × 20 600 ഓൾ ഡിവൈഡഡ് ബൈ -30 പ്ലസ് 20, അപ്പോൾ എത്ര, -10 എന്ന് വരും അല്ലേ. 0 ക്യാൻസൽ, മൈനസ് ബൈ മൈനസ് പ്ലസ് 60/1 എന്ന് പറഞ്ഞാൽ 60 തന്നെ അല്ലേ. അപ്പോൾ 60 സെന്റിമീറ്റർ പ്ലസ് 60 സെന്റിമീറ്റർ, 60 എഴുതിയാൽ പോരാ, പ്ലസ് 60 സെന്റിമീറ്റർ എഴുതണം, വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് വിന്റെ വാല്യൂ പോസിറ്റീവ് ആയാൽ, നമ്മൾ പറഞ്ഞു വിന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ റിയൽ ഇമേജ് ആയിരിക്കും, യഥാർത്ഥമായിട്ടുള്ള ഇമേജ് ആയിരിക്കും. അപ്പോൾ നമുക്ക് റിയൽ ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് കിട്ടിയത് നമുക്ക് പറയാൻ പറ്റും, അതായത് യഥാർത്ഥമായിട്ടുള്ള ഒരു ഇമേജ് ആണ് കിട്ടിയത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ അല്ലേ, അപ്പോൾ നമ്മൾ അത് കണ്ടു. അടുത്ത സൈസ് ഓഫ് ദ ഇമേജ് ഫോംഡ് HI കാണാനാണ് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻസ് എടുക്കാം. ഇക്വേഷൻസ് ഒക്കെ ഏതൊക്കെ, HI/HO ഈസ് ഈക്വൽ ടു V/U. ലെൻസിന്റെ കേസിൽ നമ്മൾ പറഞ്ഞല്ലേ, M ഈക്വൽ ടു എഴുതേണ്ട കാര്യമില്ല, നമുക്ക് മാഗ്നിഫിക്കേഷൻ കാണേണ്ട ആവശ്യമില്ലല്ലോ. ഇത് നമ്മുടെ HI അല്ലേ നമുക്ക് കാണാൻ വേണ്ടത്, HI. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, HO അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ HI ഈസ് ഈക്വൽ ടു HO ഇൻറ്റു V/U, ഓർ HI ഈസ് ഈക്വൽ ടു HOന്റെ വാല്യൂ ക്വസ്റ്റ്യൻ എത്രയാണ്, HOന്റെ വാല്യൂ +5 ആണ്. അപ്പോൾ +5 ഇൻറ്റു ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും, തെറ്റാതിരിക്കാൻ ചാൻസ് കൂടുകയാണ് ചെയ്യുക, തെറ്റാതിരിക്കാൻ കേട്ടോ. വിന്റെ വാല്യൂ എത്ര, വിന്റെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളൂ, വിന്റെ വാല്യൂ +60 ആണ് അല്ലേ, +60 ഓൾ ഡിവൈഡഡ് ബൈ യുവിൻ്റെ വാല്യൂ എത്രയാണ്, യുവിൻ്റെ വാല്യൂ -30 ആണ്, -30. അപ്പോൾ എന്താ സംഭവിക്കുക, പ്ലസ് ഇൻറ്റു പ്ലസ് ബൈ മൈനസ്, അപ്പോൾ നെഗറ്റീവ് ഒരു ആൻസർ വരും. 30 60 ക്യാൻസൽ ചെയ്തു, അപ്പോൾ ഇവിടെ ഒരു 2 വരും. 2 × 10 എന്ന് പറഞ്ഞാൽ -10. അപ്പോൾ -10 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ നമുക്ക് വരുന്നത്. HIൻ്റെ വാല്യൂ -10 സെൻറ്റിമീറ്റർ ആണ്. ആൻഡ് നമ്മളത് ഇവിടെ ഓൾറെഡി പറഞ്ഞിരുന്നു, റിയൽ ആണെങ്കിൽ നമ്മളിവിടെ പറഞ്ഞു, റിയൽ ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും HIൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു അല്ലേ. അത് നമുക്ക് ഓൾറെഡി തെളിഞ്ഞു കഴിഞ്ഞു, കാരണം നമ്മളെ V എന്താണ്, V നെഗറ്റീവ് ആണ്, റിയൽ ആണ് നമ്മൾ ഓൾറെഡി ഇവിടെ പ്രൂവ് ചെയ്തില്ലേ, റിയൽ ഇമേജ് ആണെങ്കിൽ HIൻ്റെ വാല്യൂ നെഗറ്റീവ് ആണ് നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ കാര്യങ്ങൾ വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒരു ഗ്രീൻ ടിക്ക് ഇടുക കേട്ടോ. നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഒരു ഗ്രീൻ ടിക്ക് ഇടുക. ആൻഡ് ഇത് ഈ പോയിന്റ് വരെ നിങ്ങൾ മനസ്സിലായെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്യാമോ, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ വീഡിയോ ഷെയർ ചെയ്ത് റെക്കമെൻഡ്
കമൻറ്റ് ചെയ്യാമോ? ഒന്ന് കാണാം, നീ ഒന്ന് ഫുള്ള് കണ്ടു നോക്കി, നിങ്ങളൊന്ന് വാക്കുകൊണ്ട് പറയാം, ഷെയർ ചെയ്തുകൊണ്ട് കാര്യമില്ല, കണ്ടു നോക്കുമെന്ന് അവരോട് പറയണം. കാരണം അവർ വേറെ പല ക്ലാസ്സുകൾ കണ്ടിട്ട് ഓക്കെ ആയിരിക്കും, എന്നാൽ സ്റ്റിൽ ഇതൊന്ന് കാണിച്ചു കൊടുക്കാൻ കേട്ടോ. യെസ്, ഓക്കെ അല്ലേ? ഇനി മറ്റൊരു പ്രോബ്ലം നോക്കാം. ഒരു കോൺകേവ് ലെൻസിൻ്റെ ഫോക്കൽ ദൂരം 20 സെൻറ്റിമീറ്റർ, ഫോക്കൽ ദൂരം 20 സെൻറ്റിമീറ്റർ, കോൺകേവ് ആണ്. കോൺകേവിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്തേ, ഒന്ന് മനസ്സിലാലോചിച്ചാൽ കോൺകേവ് ആണെങ്കിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഫോക്കസ് ഈ വശത്ത് അല്ലേ? അപ്പം നെഗറ്റീവ് ആയിരിക്കും ഫോക്കൽ ദൂരം. ആ ടേബിളുണ്ട്, നമ്മുടെ ടേബിളുണ്ട്. കോൺകേവ് ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കും. റെഡി? ഈ ലെൻസിന് 30 സെൻറ്റിമീറ്റർ അകലെ ഒരു വസ്തു വെച്ചപ്പോൾ യു 30 സെൻറ്റിമീറ്റർ, യു ആർ ഓൾവേസ് നെഗറ്റീവ്. അടുത്ത എന്താ? വസ്തുവിലേക്കുള്ള അകലം, പ്രതിബിംബത്തിലേക്കുള്ള അകലങ്ങളൊക്കെ വി കാണാനാണ്. സോ വി ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? യു ഇൻറ്റു എഫ് ഡിവൈഡഡ് ബൈ യു പ്ലസ് എഫ് അല്ലേ? നമ്മളേതാ ഇക്വേഷൻ എന്താ? നമ്മുടെ ഇവിടെ തന്നെ ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു യു ഇൻറ്റു എഫ് ഡിവൈഡഡ് ബൈ യു പ്ലസ് എഫ്. സോൾവ് ചെയ്തല്ലോ, ഇനി നേരെ സബ് ചെയ്തോളൂ. സോ വി ഈസ് ഈക്വൽ ടു യുവിൻ്റെ വാല്യൂ എത്രയാണ്? -30 ഇൻറ്റു എഫിൻ്റെ വാല്യൂ എത്രയാണ് മക്കളെ? എഫിൻ്റെ വാല്യൂ -20 ഓൾ ഡിവൈഡഡ് ബൈ യുവിൻ്റെ വാല്യൂ എത്രയാണ്? -30 പ്ലസ് എഫിൻ്റെ വാല്യൂ എത്രയാണ്? എഫിൻ്റെ വാല്യൂ -20. റെഡി അല്ലേ? ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. അപ്പോൾ ഇനി ഇത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി വിട്ടിരുന്നു. എത്ര ആൻസർ വരെ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. സോ കാര്യങ്ങൾ ഭംഗിയായിട്ട് പഠിക്കുക. ആൻഡ് ഇതിനുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി മിറർ ഇക്വേഷനിൽ ഇതിൻ്റെ കാൽക്കുലേഷനൊക്കെ എങ്ങനെ സിമ്പിളായി ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. സോ അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ, മിറർ ഇക്വേഷൻ, ലെൻസ് ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങളുടെ പ്രോബ്ലങ്ങൾ നിങ്ങൾ തെറ്റിക്കില്ല. സില്ലി മിസ്റ്റേക്സ് ഒഴിച്ചു നിർത്തിയാൽ അതുപോലെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. സോ പ്രോപ്പറായിട്ട് കാണാം. ആൻഡ് ലാസ്റ്റ് വരെ കാണുന്നവർ ഡെഫിനറ്റ്ലി നമ്മുടെ ബീറ്റ ടു സിഗ്മ പ്ലേ സീരീസ് എല്ലാവരും കാണാം. സോ ഓൾ ദ ബെസ്റ്റ്, നന്നായിട്ട് പഠിക്കാം കേട്ടോ.